ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന വാക്കുകൾ ഏതൊക്കെയാണ്? ധർത്തി, ഗലീച്ച. ഗലീച്ചയ്ക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലാണ് വള്ളി കേട്ടോ. ഗലീച്ച. ധാൽ, വലിയ പ്ലേറ്റ് ആണ്. ബഡ പ്ലേറ്റ്. പ്ലേറ്റ് അല്ല, അതിന് വേറെ എന്തോ ഒക്കെ വരും. മൗസം വെതർ, കാലാവസ്ഥ. സീസൺ, വെതർ, രണ്ടു വാക്കും പറയും. മാനെ മീനിങ്. ഈ വേർഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രധാനം. ഇനി ഇതിന്റെ ഹിന്ദി വേർഡ്സ് പറഞ്ഞു നോക്കാം. ധർത്തി, പൃഥ്വി അല്ലെങ്കിൽ ഭൂമി. ധാൽ, ബഡി ധാലി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധാലി എന്ന് പറയുമ്പോൾ ചെറിയ പാത്രമാണ്, ചെറിയ പ്ലേറ്റ് ആണ് ധാലി. ധാൽ എന്ന് പറയുമ്പോൾ വലിയ പാത്രമാണ്. ബഡി ധാലി. മൗസം ഋതു, സീസൺ. മാനെ മീനിങ്, അർത്ഥ്. ബഗീച്ച ഉപവൻ ഉണ്ട്. ബാഗ് ബഗീച്ച. ഹിന്ദി മീനിങ്ങിലുണ്ട്, മറ്റേതിനകത്ത് എഴുതിയിട്ടില്ല. ബഗീച്ച ഗാർഡൻ. ഹവ, വായു, വിൻഡ്. നദി, സരിത. വേറെ ഒരു വാക്കാണ് ഹിന്ദി തന്നെ പറയേണ്ടത്, സരിത. വർഷ, നേരത്തെ പറഞ്ഞ ബർസാത്ത്. ഒരു വാക്കും കൂടെ ഞാൻ പറഞ്ഞു, ബാരിഷ്. ആകാശ്, നഭ്. ആകാശ്, നഭ്. ഇനി വരാവുന്ന ഒരു ചോദ്യം, സമാൻ തുക്വാലെ ശബ്ദ ലിഖിയ എന്നാണ്. നേരത്തെ പറഞ്ഞു റൈമിംഗ് വേർഡ്സ് എഴുതണം. എക്സാമ്പിൾ, ഗലീച്ചെ, ബഗീച്ചെ. ഒരേപോലെ അവസാനിക്കുന്ന വാക്കുകൾ. ഗലീച്ചെ, ബഗീച്ചെ. ഹവായേം, ദിശായേം. ഹാത്ത്, സാത്ത്. ബാജ, സാജ. മാനെ, ഗാനെ. കോന, ഹോന. ഇതിനകത്ത് ഉത്തരം പഠിക്കണ്ടേ? താല വേണ്ടേ? ഉത്തർ ലിഖിയേ വേണം. വേണ്ട, ശരി. ധാൽ സജാക്കർ കോൻ ഖടേ ഹേ. ധാൽ സജാക്കർ, പാത്രമായിട്ട് ആരാണ് നിൽക്കുന്നത്? ബാഗ് ബഗീചെ ധാൽ സജാക്കർ സജാക്കർ ഖടേ ഹേ. മീനിങ് എന്താണ്? ബാഗ് ബഗീചകളാണ് തളികയൊക്കെ ഒരുക്കി നിൽക്കുന്നത്. എന്തിനാണ് നിൽക്കുന്നത്? പണ്ടത്തെ മാമ ഞാൻ പറഞ്ഞ ഇത് ഒരു ആൻസർ മാത്രം പഠിച്ചത്, ബാക്കി ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയാ. യെസ്. മാം നല്ല ബുദ്ധിമതിയാണല്ലേ. അടുത്ത ചോദ്യം, നദി ക്യാ ലിയേ ജാ രഹേ ഹേ. നദി എന്ത് എടുത്തുകൊണ്ടാണ് പോകുന്നത്? ടോക്കരി അല്ല, കട്ടോരി. ദൂത് കട്ടോരി. പാത്രത്തില് പാലുമായിട്ടാണ് പോകുന്നത്. നദിയാം ദൂത് കെ കട്ടോരെ ലിയേ ജാ രഹി ഹേ. നദികള് പാലിന്റെ പാത്രവുമായി പോകുന്നു. സബേ ദിശായേം കൈസി ഖടി ഹേ. सभी दिशाएं कैसे खड़ी है? എല്ലാ ദിക്കുകളും എങ്ങനെയാണ് നിൽക്കുന്നത്? കുളിച്ചൊരുങ്ങി നിൽക്കുന്നത് പോലെ അല്ലേ? നമുക്കത് വായിക്കാം. സബി ദിശായേം നഹായി ധോയി സി ഖടി ഹേ. നഹാന കുളിക്കുക എന്നാണ്, ധോന എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യുക, അലക്കുക. കണ്ണു തിരുമല്ലേ. ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കഴുകിയിട്ട് വരും പോയി. സബി ദിശായേം കൈസെ ഖടി ഹേ. सभी दिशाएं नहाई धोई खड़ी है. मोर कब नाच उठता है?
कब नाच उठता है पेंसिल तരാമോ मोर वर्षा आने पर नाच उठता है വർഷം എന്ന് വെച്ചാൽ बारिश ബാരിഷ് ബസ് सावन नाच उड़ना എന്നാണ് കേട്ടോ അഠന എന്നല്ല नाच उठता है मोर वर्षा आने पर बारिश आने पर बरसात आने पर नाच उठता है कविता में किस ऋतु का वर्णन है कविता में वर्षा ऋतु का वर्णन है सावन എന്ന് പറഞ്ഞാൽ വർഷ ഋതു വർഷ ഋതു रेनी सीजन जंगल में मौसम क्यों खिला लग रहा है सावन में वर्ष होने से सभी पेड़ पौधे धुल गए हैं इसलिए जंगल में मौसम खिला खिला रहा है നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നു ഖില ഖില എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഇപ്പം മഴ പെയ്ത് ചെടികളിലെ പൊടികളെല്ലാം പോയി അല്ലെ ഒന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുകൊണ്ടാണ് അവിടെ ഖില ഖില ഖിലാഹെ എന്ന് പറയുന്നത് അപ്പോൾ ആ പാഠം അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത പാഠം നോക്കുന്നതിന് മുമ്പ്